നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകൻ. അച്ഛൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കിയ കുഞ്ഞ്. 1 വയസ്സുകാരൻ്റെ മരണം. വളരെ ദുരൂഹതകൾ നിറഞ്ഞ ആ ഒരു സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശിയായ ഷിജിലിൻ്റെയും കൃഷ്ണപ്രിയയുടെയും ഏക മകൻ്റെ മരണവാർത്ത, ഇഹാന്റെ മരണം, അതിന് കാരണമായിരിക്കുന്നത് സ്വന്തം അച്ഛൻ തന്നെ. ബിസ്ക്കറ്റും മുന്തിരിയും കൊടുത്തുവെന്നും ഇത് കഴിച്ചതിന് പിന്നാലെയാണ് കുട്ടിയുടെ വായിൽ നിന്ന് നുരയും പതയും വന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നും ആശുപത്രിയിലെത്തിക്കും മുമ്പ് തന്നെ ഈ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു എന്നുള്ളതുമായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത. എന്നാൽ തുടക്കം മുതലേ ആ വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ദുരൂഹതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് രംഗത്തെത്തി. മാതാപിതാക്കളെ പോലീസ് മാറി മാറി ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. അടിവയറ്റിലുണ്ടായ ക്ഷതത്തിൽ നിന്നുണ്ടായ രക്തസ്രാവം മൂലമാണ് ആ 1 വയസ്സുകാരൻ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ പിതാവിലേക്ക് പോലീസിന്റെ സംശയനിഴൽ എത്തിച്ചു. ഷിജിനെ വീണ്ടും ചോദ്യം ചെയ്തതോടുകൂടെയാണ് ആ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ മർദ്ദിച്ചത് താൻ തന്നെയാണെന്നും മരണകാരണം അതാണെന്നും ഷിജിൻ എന്ന് പറയുന്ന പിതാവ് സമ്മതിക്കുന്നു. കുഞ്ഞിനെ മടിയിലിരുത്തി കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ മർദ്ദിച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തിയത്. മുമ്പും കൊലപാതകത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാത്രി ഇഹാൻ കുഴഞ്ഞു വീണു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇഹാന്റെ വായിൽ നിന്നും നുരയും പതയും വന്നു എന്നും ചുണ്ടിന് നിറവ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഈ മരണത്തിന് കൊലപാതക കാര്യമായി മാറാനുള്ള സംശയത്തിലേക്ക് എത്തിച്ചത്. ജനുവരി 16-ന് പുലർച്ചെ 3 മണിയോടെ ഇഹാൻ കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയും കട്ടിലിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തിരുന്നു. കുഞ്ഞു കരയുന്നത് കേട്ട് എഴുന്നേറ്റ കൃഷ്ണപ്രിയ മുറിയിലെ ലൈറ്റ് ഇടുകയും കുഞ്ഞിനെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഇതോടെ ദേഷ്യം പിടിച്ച ഷിജിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയായിരുന്നു. തന്റെ ഉറക്കം കിടത്തിയത് തന്റെ കുഞ്ഞാണ് എന്നുള്ള ദേഷ്യം. കുട്ടിയെ വൃത്തിയാക്കിയ ശേഷം കൃഷ്ണപ്രിയ കട്ടിലിൽ കൊണ്ട് കിടത്തുകയും കുട്ടി കാരണം ഉറക്കം പോയി എന്ന് പറഞ്ഞ ഷിജിൽ വീണ്ടും ബഹളം വെക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം കട്ടിലിൽ കിടന്ന കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് വയറ്റിൽ കൈ കൊണ്ട് ഇടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കുട്ടി വേദന കൊണ്ട് കരഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കാതെ ഷിജിൽ കിടന്നുറങ്ങുകയായിരുന്നു. പുറമെ മുറിവ് കാണാതിരുന്നതിനാൽ കൃഷ്ണപ്രിയ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയ ശേഷം കിടത്തി ഉറക്കിയെന്നാണ് പറയുന്നത്. അന്ന് വൈകിട്ടോടെയാണ് കുട്ടിയുടെ അവസ്ഥ മോശമാകുകയും ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ കുഞ്ഞ് മരണപ്പെടുന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇക്കാര്യം ഷിജിലും ഭാര്യ കൃഷ്ണപ്രിയയും പോലീസിനോട് ഏറെ വൈകിയെങ്കിലും സമ്മതിച്ചു. 2 വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് ഷിജിലിനെതിരെ നിർണായകമായിട്ടുള്ളത് ഫോറൻസിക് സർജന്റെ കണ്ടെത്തലുകളായിരുന്നു. കവളാകുളം ഐക്കരവിളാകം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ ഏക മകനായ ഇഹാനെയാണ് കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് മരണപ്പെട്ട രീതിയിൽ കണ്ടെത്തുന്നത്. ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിനെ തുടർന്ന് കുട്ടി കുഴഞ്ഞു വീണു എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യവാദം. എന്നാൽ അത്യാഹിത വിഭാഗത്തിൽ ഇഹാനെ പരിശോധിച്ച ഡോക്ടർമാർ അടിവയറ്റിലെ രക്തസ്രാവം ക്ഷതം കണ്ടെത്തുകയായിരുന്നു. ഇത് കേസ് അന്വേഷണത്തിലേക്ക് നിർണായകമായി. കുഞ്ഞ് എവിടെയെങ്കിലും വീണോ എന്ന ഇവരുടെ ചോദ്യത്തിന് ഇല്ല എന്ന് മാറി മാറി മറുപടി പറയുന്ന ഷിജിൽ പിന്നാലെ പരിശോധന ഫോറൻസിക് സർജനും കുഞ്ഞിന്റെ അടിവയറ്റിൽ ക്ഷതമേറ്റതായി സ്ഥിരീകരിക്കുകയായിരുന്നു. അതേ തുടർന്നുണ്ടായ ആന്തരിക സ്രവമാണ് മരണകാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എങ്കിലും സർജന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങാനൊരുങ്ങി പോലീസ്. തുടക്കത്തിൽ തന്നെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഇഹാന്റെ സംസ്കാരം കഴിഞ്ഞയുടൻ ഷിജിലിനെയും കൃഷ്ണപ്രിയയെയും നെയ്യാറ്റിൻകര സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇരുവരെയും ആദ്യം വിട്ടയച്ചെങ്കിലും ഷിജിൽ പോലീസ് നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. നെയ്യാറ്റിൻകര സ്റ്റേഷന്റെ ചുമതലയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായ ബാലരാമപുരം SHO വി സൈജുനാഥ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജനെ കഴിഞ്ഞ ദിവസം നേരിൽ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷിജിലിനെയും കൃഷ്ണപ്രിയയെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. വ്യക്തമായ തെളിവുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ ആ അച്ഛനും അമ്മയും സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. ഷിജിലിനെ കവളാകുളത്തെ വീട്ടിലെത്തിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് ഷിജിലിന്റെയും കൃഷ്ണപ്രിയയുടെയും വിവാഹം നടക്കുന്നത്. കൃഷ്ണപ്രിയ ഗർഭിണിയായപ്പോൾ തന്നെ ഷിജിലിന് സംശയങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ട്. ഇതോടുകൂടെയാണ് ഇരുവരും തമ്മിൽ അകന്ന് താമസിക്കാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇരുവരും തമ്മിൽ അകന്ന് ജീവിക്കാൻ തുടങ്ങിയത്.
കുഞ്ഞ് ജനിച്ച ശേഷം വളരെ കുറച്ചുനാൾ മാത്രം ഇവർ വീണ്ടും ഒന്നിച്ച് താമസിച്ചു. ഇഹാന്റെ വലതുകൈയിൽ അടുത്തിടെ പ്ലാസ്റ്റർ ഇട്ടിരുന്നു. ഇതും ഷിജിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനുള്ള തെളിവായിട്ടാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇഹാനെയും തന്നെയും ഷിജിൽ ഉപദ്രവിക്കുന്നു എന്ന് കാട്ടി കൃഷ്ണപ്രിയ മുൻപ് പൂവാർ പോലീസിൽ പരാതി നൽകിയതും പിന്നീട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2 മാസം മുൻപാണ് കവളാകുളത്തെ വാടക വീട്ടിലേക്ക് ഇരുവരും തമ്മിൽ ഒരുമിച്ച് താമസം മാറുന്നത്. ഇതേ തുടർന്നാണ് ഈ കുഞ്ഞിന്റെ കൊലപാതകം നടത്തുന്നതും. ആദ്യം ഈ ഭക്ഷണം കഴിച്ചപ്പോൾ കുഞ്ഞിനുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടത് എന്നാണ് കരുതിയതെങ്കിൽ പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുഞ്ഞ് അടിവയറ്റിൽ ക്ഷതം സംഭവിച്ചാണ് മരണപ്പെട്ടത് എന്നുള്ള വിവരത്തിലേക്ക് എത്തുന്നു. തൻ്റെ ഉറക്കം കെടുത്തുന്നതും ഈ ഭാര്യയോടുള്ള സംശയവും ഒക്കെയാണ് കുഞ്ഞിനോടുള്ള ദേഷ്യത്തിന് കാരണമായി മാറിയതെന്നും ഇയാൾ പലതവണ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുമുള്ള വിലയിരുത്തലിലേക്ക് പോലീസ് എത്തുകയാണ്. എന്തായാലും ആ 1 വയസ്സുകാരൻ്റെ മരണം, ആ കുഞ്ഞിനോട് മാപ്പ് പറയുകയാണ് കേരള സമൂഹം. കാരണം അതെന്തിനാണ് മരണപ്പെട്ടത് എന്ന് പോലും അറിയില്ല. സ്വന്തം അച്ഛൻ്റെ ക്രൂരതയ്ക്ക് മുന്നിൽ ജീവൻ വെടിഞ്ഞ ഒരു മകൻ.